ഇനി നമ്മൾ ചർച്ച ചെയ്യുക നമ്മുടെ പുരികമാണ്. നമ്മുടെ പുരികം ഉണ്ടല്ലോ, ഇതല്ലേ പുരികം എന്ന് പറയാം. ഈ പുരികം ഇരുന്ന് തുടിച്ചാൽ വലത്തെ പുരികമാണെങ്കിൽ സിയാദത്തും ഫി റിസ്ഖ്, ജീവിതത്തിൽ അവന് സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. വലത്തെ പുരികമാണെങ്കിൽ ജോലിയിൽ ബറക്കത്ത്, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊന്നും ഉണ്ടാകൂല, ദാരിദ്ര്യം വരൂല, സാമ്പത്തിക ഉന്നമനമാണ് അതിന്റെ ലക്ഷ്യം. പക്ഷേ ഇടതു പുരികമാണ് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു മശക്കത്തുൻ, അവന് ബുദ്ധിമുട്ടാണ്, എന്തോ പ്രയാസങ്ങളുണ്ട്, ഇറങ്ങുന്നതിലൊന്നും വിജയം ഉണ്ടാവൂല, ആ ഇറങ്ങാൻ പോണ കാര്യത്തില് പരാജയമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് മഹാരഥന്മാർ. ഇനി നമ്മുടെ വലത് നമ്മുടെ വലത്തെ കണ്ണിരുന്നനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു. ചില ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും. നാട്ടിലേക്ക് നമ്മൾ വല്ലുപ്പമാരും ഓ കണ്ണനങ്ങാണ് എന്നതാണ് എന്ന കേട്ടോളി. മഹാരഥനാകുന്ന അംദാഖി ഇമാമിനെ പോലെയുള്ള, റാസി ഇമാമിനെ പോലെയുള്ള, അബ്ദുൽ ഫത്താഹ് ബിൻ ദൂഖയെ പോലെയുള്ള മഹാരഥന്മാർ റളിയല്ലാഹു അൻഹു അജ്മഈൻ മഹാരഥന്മാർ പറയുന്നു, വലത്തെ കണ്ണിങ്ങനെ അനങ്ങി തുടിക്കുകയാണ് എങ്കിൽ ഗമ്മുൻ വഹുസുൻ, സങ്കടാണ്, ദുഃഖാണ്, വിഷമാണ്, അവൻ എന്തോ ദുരന്തം വരാനുണ്ട്, വിഷമം വരാനുണ്ട് എന്ന് മഹാരഥന്മാർ. ഇനിയോ വലത്തെ കൺപോളയുടെ മുകളിൽ, കൺപോള ഉണ്ടല്ലോ, വലത്തെ കണ്ണിന്റെ മുകളിലത്തെ പോള അനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു അത് ഇസ്സത്തുണ്ടാകും, സമ്പത്തുണ്ടാകും, ഉയർച്ച ഉണ്ടാകും, വിജയമുണ്ടാകും, ബറക്കത്തുണ്ടാകും, എല്ലാത്തിലും വിജയമാണ്. മനസ്സിലായില്ലേ? ഇനിയോ നമ്മുടെ വലത്തെ കണ്ണിന്റെ അതുപോലെ ഇടത്തെ കൺമേലെ പോള, അപ്പൊ വലത്തെ കണ്ണിന്റെ പോള നമ്മൾ പറഞ്ഞു. ഇനി ഇടത്തെ കണ്ണിന്റെ മുകൾ ഭാഗത്തെ പോള അനങ്ങിയാൽ മറഞ്ഞുപോയ, നഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് മടങ്ങി വരും, തിരിച്ചു കിട്ടും. കാണാതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരും. നഷ്ടപ്പെട്ടത് മടങ്ങി എന്നും ഇതിന്റെ സൂചനയാണ് ഇടത്തെ മുകളിലത്തെ കൺപോള അനങ്ങിയാൽ. ഇനി വലത്തെ കണ്ണിന്റെ താഴത്തെ പോളയാണെങ്കിലോ, വലത്തെ കണ്ണിന്റെ താഴത്തെ കൺപോളയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു തഇബുൻ വനഖദുൻ ഔ അംറുൻ യക്റുഹു, അവന് വെറുക്കുന്ന, അവന് പ്രയാസപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുമെന്നാണ്. എന്നാലോ വലത്തെ കണ്ണിന്റെ ഇതാണ്. ഇനി ഇടത്തെ കണ്ണിന്റെ താളയാണെങ്കിലോ, നമ്മുടെ ഇടത്തെ കണ്ണിരുന്ന് തുടിച്ചാൽ നല്ല വർത്തമാനം കേൾക്കാം, നല്ല വാർത്തകൾ കേൾക്കാം, സന്തോഷമാണ്, പോകുന്നതിലേക്ക് വിജയം ഉണ്ടാകും. ഏതാണ്? അവന്റെ ഇടത്ത് കണ്ണ് തുടിച്ചാൽ നല്ല സൂചകമാണ്, സന്തോഷ സൂചകമാണ്, നല്ലതാണ്. ഇനിയോ ഇടത്തെ കണ്ണിന്റെ താഴത്തെ പോള തുടിച്ചാൽ ഹുളൂറുൻ ഫിൽ മലീമ, അവൻ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കുമെന്നോ, അതിഥിയായി കടന്നു പോകുമെന്നോ, ആളുകൾ അവനെ സ്വീകരിക്കുമെന്നോ എന്നതിന്റെ സൂചനയാണ്. ചില ആളുകൾ രോഗം വരുമെന്നും പറഞ്ഞവരുണ്ട്, യാത്ര പോകും, രോഗം വരാൻ സാധ്യതയാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ വിഷയം തീർന്നു.